ഹലോ ഗൈസ്, നമ്മളിന്ന് ആകെ ഒരു ട്രേഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ SL അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വിചാരിച്ച രീതിക്ക് ആയിരുന്നില്ല മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വേറെ ട്രേഡൊന്നും നോക്കാഞ്ഞത്. എന്തായാലും ഞാൻ രാവിലെ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിൻ്റെ ശേഷം മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതിൻ്റെ ശേഷം മാർക്കറ്റ് ഒരു അപ്പ് സൈഡ് മൂവ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു അപ്പ് ട്രെൻഡ് ആയിരുന്നു മാർക്കറ്റ്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു അപ്പ് ട്രെൻഡ് ആയിരുന്നു മാർക്കറ്റ്. അതിൻ്റെ ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു മിനിറ്റിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു മാർക്കറ്റ് ഇവിടെ. എന്ന് വെച്ചാൽ ഡൗൺ ട്രെൻഡ് ആണെന്ന് എനിക്ക് തോന്നി. അടുത്ത ചിലപ്പോൾ ഡൗൺ ട്രെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് ഒരു മിനിറ്റിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഡൗൺ ട്രെൻഡ് ആവുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം മാർക്കറ്റിൽ ഇവിടെ ഒരു ഈക്വൽ ഹൈ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈക്വൽ ഹൈ ഒരു നല്ലൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്ത് താഴെ പോകുന്നതാണ്. ഇവിടെയുള്ള ലിക്വിഡിറ്റിയും കൂടെ എടുത്ത് ഞാൻ ഇവിടെയായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് താഴെ പോകുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എൻ്റെ ടാർഗറ്റ് ഈ ഒരു ലെവലിലായിരുന്നു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ലിക്വിഡിറ്റി പോയിന്റ് ഇവിടുന്ന് മാർക്കറ്റ് താഴെ പോകുന്ന വിചാരിച്ചു. പക്ഷേ മാർക്കറ്റ് അവിടെ നല്ല രീതിക്ക് മേലെ പോയിട്ട് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ വെച്ച ടാർഗറ്റും കഴിഞ്ഞിട്ട് എൻ്റെ SL അടിച്ച് കഴിഞ്ഞിട്ട് പോയി. എൻ്റെ ടാർഗറ്റ് ഇവിടെയായിരുന്നു. ടാർഗറ്റ് അടിച്ചു, പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മുടെ SL അടിച്ചു. അതായി പ്രശ്നം. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഈക്വൽ ഹൈ ആണ്. ഇതും ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആയിരുന്നു. പക്ഷെ ഞാനിത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു ഈക്വൽ ഹൈ വിചാരിച്ചിട്ടാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്ര നല്ല ദിവസം ആയിരുന്നില്ല. ഏകദേശം ഇന്നത്തെ ഡേലോ വരെ മാർക്കറ്റ് എത്തി. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേലേക്ക് കയറുകയാണ് ചെയ്ത്. നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ നിന്ന്, ഈ മാർക്ക് ചെയ്ത ലെവലിൽ നിന്ന് ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാനായിരുന്നു. പക്ഷെ നമുക്ക് അവിടുന്ന് ട്രേഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ അവിടുന്ന് ട്രേഡൊന്നും എടുത്തിട്ടില്ല. കാരണം ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടി. പക്ഷേ ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവും. ഈ ലിക്വിഡിറ്റി എടുക്കാതെയാണ് താഴേക്ക് മാർക്കറ്റ് പോയത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് മേലെ വരും എന്ന് തോന്നിയതുകൊണ്ടാണ് പിന്നെ ട്രേഡൊന്നും പ്ലാൻ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കണമെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണമായിരുന്നു. ആ ലോ ബ്രേക്ക് ചെയ്തിട്ടുമില്ല. പിന്നെ നമുക്കൊരു ട്രേഡ് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്